ഒരാൾ ഇറുക്കുമാരി. കാട്ടിൽ കാട്ടവതാരം എന്ന് വേണം പറയാം. അത്രയ്ക്ക് മോശം പടം. ഒന്നുമില്ല പടത്തിൽ. വളരെ ഫ്ലാറ്റ് സ്ക്രീൻ പ്ലേയും വീക്ക് സ്ക്രിപ്റ്റും. തീർക്കാൻ പറ്റുമെങ്കിൽ തീർക്കടാ. മാർക്കോ പടത്തിനകത്ത് ഉണ്ണിമൂന്തൻ ചെയ്തൊരു എഫേർട്ടാണ് അയാളുടെ ബോഡി, അയാളുടെ സ്വാഗും ഓറയൊക്കെ കാണിക്കാൻ ഒരു ഐറ്റം. ഞാൻ ആരാ എന്താന്ന് ഇപ്പൊ പിടികിട്ടിയായിരിക്കും. ഇതിനകത്ത് ഒരു ഓറ ഇല്ല. ആന്റണി പെപ്പയുടെ ക്യാരക്ടറിന് ഒരു ഓറ ഇല്ല. ഒരു 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 ഹീറോക്ക് കിട്ടേണ്ട ഒരു ഓറ ഉണ്ട്, ആ ഓറ ഇല്ല. ഒരു കുഴപ്പമില്ല, സന്തോഷമുള്ളൂ മകളെ, സന്തോഷായി. എന്നാ നിങ്ങൾക്ക് ഡയലോഗ് ഇല്ല. 2 മാസം ഡയലോഗ് തന്ന അവിടെ നിർത്തിച്ച്, പിന്നൊക്കെ സെക്കൻഡ് ഹാഫിൽ എന്തൊക്കെയോ പറഞ്ഞിട്ട് പോയി എന്നല്ലാതെ ഒരു സാധനം ഇല്ല. ഒരു പഞ്ച് കിട്ടുന്ന ഒരു ഡയലോഗ് ഒളിപ്പിച്ച് കടത്തിയ പോലെ ഉണ്ട് ഇല്ലേ? പെപ്പേനെ കൊണ്ട് ഡയലോഗ് പറയിപ്പിക്കില്ല. പെപ്പയ്ക്ക് ലുക്ക് മാത്രം. അതും ലുക്ക് എങ്ങനെ അറിയാം? ഇങ്ങനെ ഒരു സാധനം. മാർക്കോ 7 പോയിട്ട് കാൽഭാഗം പോലും ഇല്ല. കാര്യം കിട്ടും. സാധാ ഒരു ആക്ഷൻ പടം അത്രേ ഉള്ളൂ. അല്ല വലിയ മാർക്കോയ്ക്കൊന്നും മുകളിൽ നിൽക്കാറൊന്നും നമ്മള് മാർക്കോ പ്രതീക്ഷിച്ചൊന്നും വരല്ലേ. ചുമ്മാ ആർക്കാനും വേണ്ടി ഓർക്കാനിച്ച് വിട്ട പോലെ ഉണ്ട്. எதுக்குடா இங்க வந்த? ஏன்டா என்ன டென்ஷன் பண்ற? எங்க பார்த்தாலும் நீ ആ യൂണിവേഴ്സ് ക്യാമിയോ ഹൈപ്പ് ഒന്നുമില്ല. ക്യാമിയോ ഒക്കെ ഊക്കി കിട്ടാൻ ചാൻസ് കൂടെ ഇല്ല OTT ഇറങ്ങുമ്പോഴത്തേക്ക്. ഇത്രയും വലിയ ഗതികെട്ടവൻ ഈ ലോകത്ത് വേറെ ആരെങ്കിലും ഉണ്ടാവും എന്റെ കർത്താവേ. കാട്ടിൽ കാട്ടവതാരം എന്ന് വേണം പറയാം. അത്രയ്ക്ക് മോശം പടം. ഒരു പെപ്പയുടെ ആക്ഷനും കാര്യങ്ങളൊക്കെ വെച്ച് നോക്കുമ്പോഴത്തേക്കും ഇത്രയും നിരാശ നൽകിയ പടം ഇത് മാത്രമേ ഉള്ളൂ. പുഷ്പയുടെ ഒക്കെ ഒരു -140p അങ്ങനത്തെ ഒരു സെറ്റപ്പിലുള്ള കഥയാണ് ഈ പടത്തിന്. കാരണം മറ്റേതിൽ ചന്ദ്രകടത്താണെങ്കിൽ ഇതിൽ ആനക്കൊമ്പ് കടത്തൽ. നേരെ വെക്കോ. വര 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 വര